അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള പഠിതാക്കളെ, ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് ആസ്പദമാക്കിയുള്ള അഖീദ പഠന ക്ലാസ്സിലാണ് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ തൗഹീദിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതകളും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇൻഷാല്ലാ നമുക്ക് പിന്നെ എടുക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിലെ ശിർക്കിനെ കുറിച്ചുള്ള ഭയം, തൗഹീദിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കുന്നതോടൊപ്പം അതിന്റെ കൂടെ നമ്മൾ തൗഹീദിന്റെ റുക്നുകൾ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് ഇസ്ബാത്തും തൗഹീദും എന്നുള്ളത്, ഇസ്ബാത്തും നഫിയും എന്നുള്ളത്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റുള്ള സകലതിനെയും ഒഴിവാക്കുകയും ചെയ്യുന്ന, നഫി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശിർക്കിനെ കുറിച്ചുള്ള ഭയം. ശിർക്കിനെ കുറിച്ച് ഭയം ഇല്ലാതിരിക്കുക എന്നത് അത് തൗഹീദിനെ കുറിച്ച് വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കൂ. അതിന്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരായത്താണ് നമ്മുടെ ശിർക്കിനെ കുറിച്ചുള്ള ഭയം എന്ന പാഠഭാഗത്തിൽ ഒന്നാമത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാം, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ, അതിന്റെ 48-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തവ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും വമ്പിച്ച ഒരു കുറ്റം ചമച്ചുണ്ടാക്കിയിരിക്കുന്നു. ഇത് വളരെ ഗൗരവത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ്. ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആളുകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഖുർആനിലെ ഒരു ആയത്ത് കൂടിയാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു മനുഷ്യനിൽ സംഭവിക്കുന്ന, മനുഷ്യൻ സ്വാഭാവികമായി അവരിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ, ധാരാളക്കണക്കിന് പോരായ്മകൾ ഒക്കെ മനുഷ്യരിൽ സംഭവിക്കാം. ആ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകളെല്ലാം പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. എന്നാൽ അങ്ങനെ പുറത്തു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയ ഒരേ ഒരു പാപം അത് ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ അങ്ങനെ പുറത്തു തരും എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ഗൗരവം അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, കാരണം ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ വമ്പിച്ച ഒരു കുറ്റം ചമച്ചുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഇത് മറ്റുള്ള തെറ്റുകൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളെ നിസാരവൽക്കരിക്കാനുള്ള ഒരു ആയത്തൊന്നുമല്ല. നമുക്കറിയാം, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിന് പുറമെ ധാരാളം വൻ പാപങ്ങൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് തെറ്റുകളുണ്ട്.
പലിശയാകട്ടെ, വ്യഭിചാരമാകട്ടെ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാകട്ടെ, അങ്ങനെയുള്ള ധാരാളക്കണക്കിന് തിന്മകളുണ്ട്. എന്നാൽ അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു തരും എന്നാണ്. അള്ളാഹു അത് ആർക്കൊക്കെയാണ് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. പക്ഷേ അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു ഒഴിവാക്കിയത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആ ഏറ്റവും വലിയ തെറ്റ് എന്ന് നമ്മൾ പഠിച്ച വൻ പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ തിന്മയായ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയമാണ്. അപ്പൊ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് നമ്മൾ പഠിക്കണം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു. നമ്മൾ ഈ കിതാബ് തൗഹീദ് പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യം ആയത്തുകളും ഹദീസുകളുമാണ്. അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് മുഴുവൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഈ ആയത്തുകൾ അതിന്റെ അർത്ഥസഹിതം തന്നെ പഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല. ഗഫറ യഗ്ഫിറു, നമ്മൾ മഗ്ഫിറത്ത് എന്ന് പറയില്ല, മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനം, അല്ലെ? പാപം പുറത്തു തരൽ. അപ്പൊ അതിൽ നിന്ന് വന്ന പദമാണ് യഗ്ഫിറു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു, തീർച്ചയായും അള്ളാഹു പൊറുക്കുകയില്ല. ഐ യുശ്റക ബിഹി, എന്തിനെ? ഷിർക്കിനെ, അവനിൽ പങ്കു ചേർക്കുന്നതിനെ അവൻ ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു, ഇനി അവൻ പൊറുക്കും, മാ ദൂന ദാലിക, അതിന് പുറമേയുള്ളത് എന്ന് പറഞ്ഞാൽ അവയല്ലാത്തത് അള്ളാഹു പൊറുക്കും. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ. അശ്റക യുശ്രിക്കു, അത് മുളാരി ആയ ഫഅലാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഇഫ്തറാ ഇത്മൻ അദീമ. ഫഖദ് ഇഫ്തറ, ഇഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമക്കുക എന്നാണ്. അഥവാ അള്ളാഹുവിന് യോജിക്കാത്ത ഒരു സംഗതി അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമക്കുക, വ്യാജം കെട്ടിച്ചമക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രയോഗമാണ് ഇഫ്തറ, കെട്ടിച്ചമക്കുക. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, കുറ്റം, തെറ്റ്, അതിനൊക്കെയാണ് അറബിയിൽ ഇസ്മ എന്ന് പറയുക. ആ ഇസ്മ എന്ന് പറയുമ്പോൾ ആ അക്ഷരം ശ്രദ്ധിക്കണം, സ ആണ്, 3 കുത്തുള്ള സ ആണ് ഇസ്മ. മറ്റേ നമ്മൾ സാധാരണ ഇസ്മ എന്ന് പറയും, സീന്, അത് സീനാണ്. ഇസ്മ അത് പേര് എന്നാണ് അർത്ഥം, നാമം എന്നാണ് അർത്ഥം. ഇത് ഇസ്മ, സ ആണ്. ഇസ്മൻ അദീമ, ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, അത് കുറ്റമാണ്. അദീമ, വമ്പിച്ച കുറ്റമാണ്. അപ്പൊ ആ അർത്ഥം നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഇനി രണ്ടാമത്, പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ അധ്യായത്തിൽ പറയുന്ന രണ്ടാമത്തെ ഭാഗം മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ്. നമ്മള് പരിശുദ്ധമായ ഈദുൽ അദ്ഹയും ദുൽഹിജ്ജ മാസത്തിലൂടെയൊക്കെ കടന്നു വന്നപ്പോൾ ഒരുപാട് നമ്മൾ കേട്ട ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിൽ 14-ാമത്തെ അധ്യായം തന്നെ സൂറത്തു ഇബ്രാഹിമാണ്. ആ പ്രവാചകന്റെ പേരിലുള്ള ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു ഇബ്രാഹിം. ആ സൂറത്തു ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്ത്, സൂറത്തു ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. അപ്പം നാടിനു വേണ്ടിയുള്ള പ്രാർത്ഥന, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നിർഭയത്വത്തോടുകൂടി നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം. പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ മക്ക രാജ്യത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനെയും ഒക്കെ അവിടെ കൊണ്ട് താമസിപ്പിച്ച സന്ദർഭത്തിലൊക്കെ
നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകളിലൊക്കെ കാണാവുന്ന ഒരു പ്രാർത്ഥനയാണ് ആ നാടിനു വേണ്ടി, മക്ക രാജ്യത്തെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ആ പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹം ചേർത്ത് പറഞ്ഞ കാര്യം വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജുനുബിനി, അള്ളാഹുവെ എന്നെ നീ അകറ്റേണമേ എന്നാണ്. എന്നെ അകറ്റേണം. വജുനുബിനി വബനിയ, എന്റെ മക്കളെയും, എന്നെയും എന്റെ മക്കളെയും നീ അകറ്റി നിർത്തണം. അൻ നഅ്ബുദൽ അസ്നാം, എന്തിൽ നിന്നാണ് അകറ്റി നിർത്തേണ്ടത്? അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധനയെ വളരെ ശക്തമായി എതിർത്ത പ്രവാചകനാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിതാവടക്കമുള്ള നാട്ടുകാരെ വിഗ്രഹാരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കാനും വേണ്ടി വലിയ ത്യാഗത്തിന് തയ്യാറാകേണ്ടി വന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മക്കളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി, അദ്ദേഹത്തിന്റെ മക്കളെ അവർക്ക് പ്രവാചകത്വം നൽകി, അവരെ നേതാക്കന്മാരാക്കി മാറ്റി, അവരെയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാക്കി മാറ്റിയ ആ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ചൊക്കെ പറയുന്നു. ഇവിടെ അങ്ങനെയുള്ള പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? വജിനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ സന്താനങ്ങളെയും കാക്കേണമേ എന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഖുർആനിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ? കാരണം നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല, അത് തെറ്റാണെന്ന് മനസ്സിലായ ആൾക്കാരാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ വിഗ്രഹത്തെ പൂജിക്കാനോ ആരാധിക്കാനോ ഒന്നും പോകുന്നില്ല. അങ്ങനെയുള്ള നമ്മള് അതിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന ഒരു നിർഭയത്വം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഒരു നിസാരമായി കാണുന്നില്ല എന്നതാണ്. ഇന്ന് അവര് തൗഹീദിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അവര് ആ ബിംബാരാധനയെ തൊട്ട് രക്ഷപ്പെടുത്തി. അള്ളാഹു ഹിദായത്ത് നൽകി, അദ്ദേഹത്തിനും മക്കൾക്കുമെല്ലാം അള്ളാഹു ഹിദായത്ത് നൽകി നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, ആ വിഗ്രഹാരാധനയെ എതിർക്കുന്നു, അതിന്റെ നിരർത്ഥകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പവും ഈ ബിംബാരാധനയിലേക്ക് പോവാതിരിക്കാൻ ഇനി മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധേന ഈ ഒരു ആദർശത്തിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ, ഈ ഒരു തൗഹീദിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ, ശിർക്കിലേക്ക് അറിയാതെ പോലും കടന്നു പോവാതിരിക്കാൻ, വിഗ്രഹാരാധനയിലേക്ക് വീണു പോവാതിരിക്കാൻ, അത് തനിക്കും തന്റെ സന്താനങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന തന്റെ സന്തതികളുടെ സമൂഹങ്ങളിൽ പോലും ബിംബാരാധന കടന്നു വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇത് നമുക്കൊക്കെ ഉള്ള ഒരു പാഠം കൂടിയാണ്. നമ്മൾ തൗഹീദ് ഉള്ളവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നവരാണ്, അതിന്റെ ക്ലാസുകൾ കേൾക്കുന്നവരാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ് ഒക്കെയാണ്. അതോടൊപ്പവും നമ്മളും ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എങ്ങനെയാണ് വഴിതെറ്റി പോകാൻ നമുക്കറിയില്ല. ഈ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറയുന്നുണ്ട്, റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. റബ്ബേ, ഈ വിഗ്രഹങ്ങൾ ജനങ്ങളിൽ അധിക ആളുകളെയും തെറ്റിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നേരായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോവാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥനകൾ ഉണ്ടാകണം. അത് തെറ്റായ ഒരു കാര്യം തെറ്റാണെന്ന് അറിയാമെങ്കിൽ കൂടി ആ തെറ്റിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം എടുത്തു പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും വലിയ പാപമായ, ഏറ്റവും വലിയ തിന്മയായ ശിർക്കിലേക്ക്, ബിംബാരാധനകളിലേക്ക്, ഒരിക്കലും നമ്മൾ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള തെറ്റുകളിലേക്ക് പോലും അതിലേക്ക് ഞങ്ങളെ എത്തിക്കരുതേ, അത് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഉണ്ടാവരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുക എന്നത് ശിർക്കിനെ കുറിച്ച് ഭയമുള്ള ആളുകളുടെ അടയാളമാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം എപ്പോഴും ആ ശിർക്കിനെ ഭയപ്പെട്ടിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ സ്വഹാബത്തിനും ഇത് നിർദ്ദേശം കൊടുക്കുന്നതായി നമുക്ക് കാണാം. നിങ്ങൾ പിന്നെ അറിഞ്ഞോ അറിയാതെയോ ശിർക്ക് കടന്നു വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുമോ? അപ്പൊ ശിർക്ക് കടന്നു വരുമോ എന്നൊരു ഭയം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കറുത്ത രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് ഒരു കറുത്ത പാറയിലൂടെ അരിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? ഇല്ലല്ലോ. അത് വളരെ അവ്യക്തമായിരിക്കും, വളരെ ഗോപ്യമായിട്ടായിരിക്കും അത്. അതേപോലെയാണ് ശിർക്കും സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ നിന്ന് രക്ഷ തേടണമെന്ന്, അതിൽ നിന്ന് കാവലിനെ ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ശിർക്കിനെ വളരെ ഗൗരവത്തിൽ കാണാൻ സാധിക്കണം എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന കിതാബ് തൗഹീദിലെ അധ്യായമാണ് നമ്മുടെ 3-ാമത്തെ ചാപ്റ്റർ. ഇനി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഷിർക്കിന്റെ പല ഇനങ്ങളെ കുറിച്ചും, ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിയ ഷിർക്ക്, ഏറ്റവും അഥവാ മില്ലത്തിൽ നിന്ന് തന്നെ, ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന തരത്തിലുള്ള ഷിർക്കുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയ ഷിർക്കിന്റെ ചില ഇനങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗമാണ് അടുത്ത ഹദീസായിട്ട് നമ്മുടെ ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ ഹദീസ് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ഷിർക്കിനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഞാൻ ഭയക്കുന്നത് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? ആ പദം ഒന്ന് ശ്രദ്ധിക്കണം. ആ അറബിയിലെ ആ പദത്തിന് എന്താണ് പറഞ്ഞത്? അശ്ശിർകുൽ അസ്ഗർ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഞാൻ ഭയക്കുന്നത് എന്താണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അശ്ശിർകുൽ അസ്ഗർ. മാഷാ അല്ലാഹ്. അശ്ശിർകുൽ അസ്ഗർ, ആ പ്രയോഗം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അശ്ശിർകുൽ അസ്ഗർ. ഷിർകുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. അപ്പൊ അശ്ശിർകുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ഷിർക്ക് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ ഖാലു വമശ്ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ്. അപ്പൊ ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ, എന്താണ് ഷിർകുൽ അസ്ഗർ എന്നാൽ? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ചെറിയ ഷിർക്ക് എന്നാൽ എന്താണ്? ഷിർകുൽ അസ്ഗർ എന്നാൽ എന്താണ്? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിയാ. ഷിർകുൽ അസ്ഗർ എന്നാൽ അരിയാ, അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം എന്നാണ്. ലോകമാന്യം. എന്താണ് ലോകമാന്യം? ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുക. ക്ലിയർ ആയില്ല, എന്നോട് പറഞ്ഞേ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തികൾ ചെയ്യും. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ലോകമാന്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നാം ഒരു കാര്യം ചെയ്യുന്നതിനെയാണ്
ലോകമാന്യം എന്ന് പറയുന്നത്. അത് ഷിർക്കുൽ അസ്ഗർ ആണ്. എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ ഇനങ്ങളിൽ ചെറിയ ഷിർക്ക് എന്ന് പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് ലോകമാന്യം. അപ്പൊ അതായത് അതിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന് ഭംഗി കൂട്ടുക, മറ്റുള്ളവർ നമ്മളെ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ നിസ്കാരത്തെ ഒന്ന് ഭംഗിയാക്കൽ, ദൈർഘ്യം കൂട്ടൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് കാണുമ്പോൾ ഖുർആൻ നന്നാക്കി ഓതൽ, അവരൊക്കെ ഞാൻ നല്ല കാര്യമാണെന്ന് പറയാൻ വേണ്ടി, അതല്ലെങ്കിൽ ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഞാൻ വലിയ ദാനശീലനാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അറിയപ്പെടാൻ വേണ്ടി ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനും, മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാകാനും, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു മനുഷ്യനാണ് എന്ന ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് ലോകമാന്യം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഗൗരവമുള്ള തെറ്റാണ്. നമ്മളൊക്കെ അത് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ആ നിങ്ങളിൽ എന്ന് പറഞ്ഞത് ആരെയാണ്? നിങ്ങളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ കുറിച്ചാ? ആരെങ്കിലും പറയും. നബിയുടെ ഉമ്മത്ത്. നബിയുടെ ജനത. നബിയുടെ ജനത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത. ഓക്കെ, പിന്നെ വേറെ? മുസ്ലിങ്ങൾ, വിശ്വാസികൾ. വിശ്വാസികൾ. ഓക്കെ. ഈ നിങ്ങളിൽ എന്ന് പറഞ്ഞതിൽ ഒന്ന് പ്രധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്തത് സഹാബാക്കളെയാണല്ലോ. ഇത് പറയുന്നത് ആരോടാണ്? സഹാബാക്കളോടാണ്. അപ്പൊ അവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അക്ബറിനേക്കാൾ സഹാബത്ത് ഷിർക്കുൽ അക്ബർ ചെയ്യും, അല്ലെങ്കിൽ വലിയ ഷിർക്ക് സ്വഹാബികളിൽ സംഭവിക്കും എന്ന്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വലിയ ഷിർക്ക് അവരിൽ സംഭവിക്കും എന്ന ഒരു ഭയത്തിന്റെ ആവശ്യം ഇല്ല. കാരണം നബി അത് തിരുത്തും. നബി ജീവിച്ചിരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കില്ലല്ലോ. എന്നാൽ ആ സമയത്ത് പോലും സംഭവിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ള, വലിയ ആളുകളുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റായി പഠിപ്പിച്ചതാണ് ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്. കാരണം അവർക്കിടയിലും ചിലപ്പോൾ ധീരതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ടാകാം, പേരിന് വേണ്ടി ദാനം ചെയ്യുന്നവരുണ്ടാകാം, പ്രശസ്തിക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്നവരുണ്ടാകാം. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്, നരകം ഭയപ്പെടുന്നവരാണ്. കാരണം അവരാണല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാ. നോമ്പെടുക്കുന്നത് ആരാ? സ്വർഗം ആഗ്രഹിക്കുന്നവര്. ദാനം ചെയ്യുന്നത് ആരാ? സ്വർഗം ആഗ്രഹിക്കുന്നവര്. പിന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാരാ? സ്വർഗം പ്രതീക്ഷിക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് അവരിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റാണ് ആ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഒന്ന് നമ്മുടെ നിയ്യത്തിൽ വരുന്ന ഒരു ചെറിയ ഒരു അപകടം, നിയ്യത്തിൽ വന്നു പോയേക്കാവുന്ന ഒരു പ്രശ്നം. അപ്പൊ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ തിരുത്തി കൊടുക്കുന്ന ഒരു ഹദീസാണ്, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗർ ആണ്. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് റിയ ആണ്. റിയ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, മറ്റുള്ളവരുടെ പേരിനും പ്രശസ്തിയും ഒക്കെ കിട്ടാനും ഭൗതികമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ റിയായിൽ പെടും. അള്ളാഹു നമ്മയൊക്കെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് വളരെ പെട്ടെന്ന് മനുഷ്യനെ ബാധിക്കുമെന്നാണ് മുൻഗാമികളായ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരെല്ലാം വളരെ ഗൗരവത്തിൽ ഇത്, പണ്ഡിതന്മാരെ അടക്കം, സാധാരണക്കാരെ മാത്രമല്ല പണ്ഡിതന്മാരെ പോലും ഇത് ബാധിക്കും എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ പോലും പിന്നെ അഹങ്കാരം, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ തിരുത്താനോ ഒക്കെ അവരെ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ജനങ്ങളുടെ ഇടയിൽ തന്റെ വില എന്താകും, നില എന്താകും എന്നൊക്കെ ഭയപ്പാട് കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നതോ ഒക്കെ ഇത്തരത്തിലുള്ള
അള്ളാഹുവിനെ അള്ളാഹുവിനെ ഗൗരവം കാണിക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് അത് ചെറിയ ശിർക്കെന്ന് പരിചയപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഭംഗിയാക്കേണ്ടത്. അല്ലെ? ഇപ്പോ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് ഖുർആൻ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്യുന്നതെന്ന് പരിശോധിക്കാനാണെന്ന. അപ്പൊ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത് ആരാണെന്ന് നോക്കുന്നത് അള്ളയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും നന്നാക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും ഭംഗിയാക്കേണ്ടത്. ഇപ്പൊ രഹസ്യമായി ഒറ്റക്കൊക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങളെയാണ് കൂടുതൽ നന്നാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വന്ന് കെട്ടുമാറ് നിന്ന് നമസ്കരിച്ചത് പ്രവാചകന്റെ വീട്ടിൽ വെച്ചാണ്, ഒറ്റക്കാണ്. അപ്പൊ അത് മറ്റുള്ളവരെ അറിയാനോ കാണാനോ ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതേപോലെ അള്ളാഹുവിന്റെ അടുത്താണ് കൂടുതൽ സൂക്ഷ്മതയും നമ്മളുടെ രഹസ്യ ജീവിതത്തെ, രഹസ്യ കാര്യങ്ങളെ, രഹസ്യമായി ചെയ്യുന്ന ആരാധനകളും കാര്യങ്ങളെയാണ് കൂടുതൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഭംഗിയാക്കേണ്ടത്. പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. പരസ്യമായും രഹസ്യമായും നന്മകൾ ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. രഹസ്യമായി ചെയ്യേണ്ടതുണ്ടാകും, പരസ്യമായി തന്നെ ചെയ്യേണ്ടതുണ്ടാകും, പരസ്യപ്പെടുത്തേണ്ടതുണ്ടാകും. അതേ രൂപത്തിൽ നിർവഹിക്കുകയും ആ പരസ്യമായി ചെയ്യുമ്പോൾ പോലും നമ്മുടെ നീയത്ത് വജുഹുള്ളയായിരിക്കണം, അള്ളാഹുവിന്റെ വജുഹായിരിക്കണം. അള്ളാഹുവിന്റെ വജുഹിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വന്നാൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അപ്പൊ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. കാരണം അത് ശിർക്കുൽ അസ്ഗറിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഗൗരവം പറഞ്ഞ ഒരു സുദീർഘമായ ഹദീസ് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ കുറിച്ച് വിചാരം നടത്തുന്ന കാര്യം പറയുന്നുണ്ട്. അതിലൊരു പണ്ഡിതനാണ്, ഒരാള് ധർമ്മം ചെയ്യുന്ന, രാവും പകലൊക്കെ ദാനധർമ്മം കൊടുത്ത മനുഷ്യനാണ്, വേറൊരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയ മനുഷ്യനാണ്. ഇവരൊക്കെ നന്നായി ഖുർആൻ ഓതി ജനങ്ങളെയൊക്കെ ഖുർആൻ പഠിപ്പിച്ച മനുഷ്യൻ പരലോകത്ത് വരുമ്പോ അള്ളാഹു ചോദിക്കും, നീ എന്ത് ചെയ്തു? അപ്പൊ അയാൾ പറയും, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അള്ളാഹു അയാളോട് പറയുന്ന, നീ പറഞ്ഞത് കളവാണ്, ജനങ്ങളുടെ പേരിന് കിട്ടാൻ, നീ നല്ല കാരി ആണ് എന്ന് അറിയപ്പെടാൻ, നീ നല്ല പണ്ഡിതനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അതേപോലെ ദാനം ചെയ്ത മനുഷ്യനെ കൊണ്ടുവരും. അപ്പൊ അയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? അപ്പൊ അയാൾ പറയും, ഞാൻ എല്ലാ വിഷയത്തിലും, എനിക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ വിഷയത്തിലും ഞാൻ കൊടുത്തു, ചെലവഴിച്ചു. അപ്പൊ അയാളോട് പറയും, നീ വലിയ ദാനശീലനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് നീ കൊടുത്തത്. അങ്ങനെ അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. മൂന്നാമത് അള്ളാഹുവിന്റെ മാർഗത്തില് ധർമ്മസമരത്തിൽ ഏർപ്പെട്ട, യുദ്ധത്തിൽ ഏർപ്പെട്ട മനുഷ്യനെ കൊണ്ടുവരുമ്പോഴും അയാളോട് ചോദിക്കും, നീ എന്ത് ചെയ്തു? അയാൾ പറയും, ഞാൻ മരിക്കുന്നത് വരെ നിനക്ക് വേണ്ടി പോരാടി എന്ന് പറയും. അയാളോടും പറയും, നീ പറഞ്ഞത് കളവാണ്, നീ ഒരു നല്ല യോദ്ധാവാണ്, ധീരനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് നീ പോരാടിയത്, ആ ഉദ്ദേശത്തോടു കൂടിയാണ് നീ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹുവിൽ പ്രീതി അർപ്പിച്ചുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണ് ആ തൗഹീദ് പൂർണ്ണമാകുന്നത്. ആ തൗഹീദിൽ ഒരു ചെറിയ വിള്ളൽ പോലും വരാതിരിക്കാൻ, ചെറിയ ശിർക്ക് പോലും അതിൽ കടത്തിക്കൂട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ആ ഹദീസ് നമ്മളെ അറിയിക്കുന്നത്. ഇനി അടുത്ത ഹദീസിലേക്ക് അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള അടുത്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ ദഖല അന്നാർ. ഇതൊക്കെ ശിർക്കിന്റെ ഗൗരവമാണ് പഠിപ്പിക്കുന്നത്. മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ. ഒരാള് അള്ളാഹുവിന് സമന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ചെറിയ ഹദീസാണ്, ഇതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാവുന്ന ഹദീസുകളാണ് കേട്ടോ. ശിർക്കിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ. അല്ലെ, മൻ മാത്ത, മൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ, മാത്ത അവൻ മരിച്ചു, അവൻ മരണപ്പെട്ടു. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം, മാത്ത എന്ന് പറഞ്ഞാൽ ഫേലമാളിയാണ്. അപ്പൊ മൻ മാത്ത, ഒരാള് മരണപ്പെട്ടു. എങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്? വഹുവ യദ്ഉ, അവൻ ദഅ യദ്ഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ, പ്രാർത്ഥന, അല്ലെ? അപ്പൊ വഹുവ യദ്ഉ, അവൻ പ്രാർത്ഥിക്കുന്നു, വിളിച്ചു തേടുന്നു എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറുണ്ട്. വഹുവ യദ്ഉ, അവൻ പ്രാർത്ഥിക്കുന്നു, മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ, നിദ്ദ, സമന്മാര്.
നിദ്ദൻ എന്ന് പറഞ്ഞാൽ പകരക്കാരെ, സമന്മാരെ, തുല്യരെ എന്നൊക്കെ അർത്ഥമാണ് നിദ്ദ. അപ്പൊ അള്ളാഹുവിൽ സമന്മാരെ സമന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരാള് മരണപ്പെട്ടത്. ദഖലന്നാർ, എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇത് വളരെ ഗൗരവമാണ്. ഇവിടെ ഉപയോഗിച്ച പദം യദുഉ എന്നാണ്. അപ്പൊ ദുആ എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് അയാൾ നരകത്തിൽ പോകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അയാൾ നരകത്തിൽ പോകുന്നത്? സമന്മാരെ ഉണ്ടാക്കിയോണ്ട്. സമന്മാരെ എങ്ങനെയാണ് അയാൾ സമന്മാരെ ഉണ്ടാക്കിയത്? അതിന് അയാൾ ചെയ്ത പണി എന്താണ്? സമന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു. വിളിച്ചു പ്രാർത്ഥിച്ചു അല്ലെ? വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതെന്തായി മാറി? ഷിർക്കായി മാറി. അപ്പോ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ പിന്നെ ദുആ ചെയ്യുന്നത് അത് ഷിർക്കാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലായി. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. പ്രാർത്ഥന, സഹായതേറ്റം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകിയിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് എന്നാണ്. ഇത് പിന്നെ മുസ്ലിങ്ങളായ തൗഹീദ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളാകട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരുടെയും കാര്യം മൻ മാത്ത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഒരു സമന്മാരെ വെച്ച് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇതിന് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന കുറെ ആയത്തുകളുണ്ട്. ഇപ്പൊ സൂറത്തു ജിന്നിലെ കുറെ ആയത്തുകളുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അവിടെയും അവിടെ പിന്നെ തദ്ഉ എന്നാണ് പ്രയോഗിച്ചത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് ഇതും അള്ളാഹു പറയുന്നത് ആരോടാ? തൗഹീദുള്ള ആളുകളോട് തന്നെയല്ലേ? വിശ്വാസികളായ ആളുകളോട് തന്നെയാണ് പറയുന്നത്. ചില ആളുകൾ പറയും ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, നമുക്ക് നമ്മുടെ കാര്യമല്ല, ഇത് മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ എന്താണ്? ആരാധനാലയങ്ങൾ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസാജിദ്. മസ്ജിദിന്റെ ബഹുവചനാണ് മസാജിദ്. ആ പള്ളികൾ, വഅന്നൽ മസാജിദ, പള്ളികൾ ലില്ലാഹ്, അത് ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും, അള്ളാഹുവോടൊപ്പം വേറെ ചിലരെയും വിളിച്ചു പ്രാർത്ഥിക്കും. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം അഹദ, ഒരാളെയും. ഇത് അള്ളാഹുവിന്റെ ഖുർആന്റെ കൽപ്പനയാണ്. അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അത് ഖുർആനില് ധാരാളം സ്ഥലത്ത് അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹു നമ്മളുടെ എന്തിനാണ് ആളുകൾ പലപ്പോഴും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് അത് അവർ ചെയ്യുന്നത്? പലപ്പോഴും ആളുകൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്തിനായിരിക്കും? അവര് പ്രാർത്ഥിക്കുന്ന ഇവരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ. അതെ, അവരുടെ മാഷാ അല്ലാഹ്, അവരുടെ ഉദ്ദേശം അതാണ്. ഇപ്പോ അള്ളാഹു റബ്ബാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹു റബ്ബല്ല എന്ന് അവർ പറയും. അള്ളാഹു ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് പുറമെ ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവര് റബ്ബാണോ എന്ന് ചോദിച്ചാൽ അവര് പറയല്ല, റബ്ബ് അള്ളാഹ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതിനിപ്പോ ബദരീങ്ങളെ ആകട്ടെ, ഇപ്പം മരണപ്പെട്ടു പോയ ബദറിൽ ശുഹദാക്കളായ പിന്നെ സ്വഹാബികളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ, അവരെയാണ് ബദരീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ ബദരീങ്ങൾ റബ്ബാണോ എന്ന് ചോദിച്ചാൽ അവർ പറയേ ബദരീങ്ങൾ റബ്ബല്ല, റബ്ബ് അള്ളാഹ് മാത്രം. അതേപോലെ ബദരീങ്ങൾ ഇലാഹാണോ എന്ന് ചോദിച്ചാൽ അവർ പറയേ ബദരീങ്ങൾ ഇലാഹല്ല, ഇലാഹ് അള്ളാഹ് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇതെല്ലാം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ തന്നെ
എന്റെ ബദരീങ്ങളെ എന്ന് പറയുന്ന അത് പിന്നെ ഒരു കാലഘട്ടത്തിലൊക്കെ ഉമ്മമാരുടെയൊക്കെ നാവുകളിൽ വന്നിരുന്നത് തന്നെ അങ്ങനെ എന്റെ റബ്ബേ എന്ന് പറയുന്നതിന് പകരം അവര് കൂടുതൽ പറഞ്ഞിരുന്ന പദം എന്റെ ബദരീങ്ങളെ എന്നാണ്. പെട്ടെന്ന് അതിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹു അല്ലാത്തവരോടുള്ള വിളിയാണ്. അതിനെ ന്യായീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പറയും അത് ഡോക്ടറെ അടുത്ത് പോകുന്നത്, ആ ഡോക്ടറോട് രോഗത്തെ കുറിച്ച് പറയുന്നത് അതൊക്കെ തെറ്റാണോ എന്ന് ആളുകൾ ചോദിക്കും. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം അല്ലെ. ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നതും എനിക്ക് അസുഖം വരുമ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറോട് എന്റെ രോഗത്തെ കുറിച്ച് പറയുന്നതും ഡോക്ടർ പരിശോധിച്ച് ഗുളിക തരുന്നതും മരുന്ന് തരുന്നതും അത് നമ്മൾ കഴിക്കുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അല്ലെ, അതൊക്കെ നമുക്ക് അനുവദിച്ച് തന്ന കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു തന്ന കാര്യങ്ങളിലൊക്കെ പെട്ടതാണ്. എന്നാൽ അതിന് പുറമേ ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അവിടെ ഈ ഒരു അബദ്ധം സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളുണ്ട്. ഈ പിന്നെ ഇദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ ഗ്രന്ഥം എഴുതാൻ തന്നെ കാരണം അങ്ങനെയുള്ള ആളുകൾ, ഖബറുകളിൽ പോയി കരയുന്ന ആളുകൾ, ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഖബറാളികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകൾ, അവരുടെയൊക്കെ ആധിക്യം, അവരുടെയൊക്കെ എണ്ണപ്പെരുപ്പം കണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പിന്നെ കിതാബ് തൗഹീദ് രചിക്കാൻ തന്നെ കാരണം എന്ന് നമ്മൾ ഇതിന്റെ ആമുഖം പറഞ്ഞ സമയത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. അത് ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ പല രൂപത്തിൽ ഈ പറഞ്ഞ അള്ളാഹുവിന് സമന്മാരെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ പോലെയാണ് അവരെന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ പോലും അള്ളാഹു അല്ലാത്ത ഈ അവര് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോട് നടത്തുന്നു. അപ്പോൾ അവരുടെ പിന്നെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ഇവരോട് പറയുന്നതാണ്. ഇവര് ശുപാർശ ചെയ്യുമെന്നാണ്. ഇതേ കാര്യം തന്നെയാണ് മക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളും അവരും ന്യായീകരണമായി പറഞ്ഞത്. വയഖൂലൂന ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് പറയാനുണ്ടായിരുന്ന ന്യായം വയഖൂലൂന ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ എന്നാണ് അവരും പറഞ്ഞത്. യഖൂലൂന ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഇവർ എന്നാണ് അന്നുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പോലും പറഞ്ഞത് എന്ന് ഖുർആൻ വ്യക്തമാക്കി തന്ന കാര്യമാണ്. അതേ ന്യായം തന്നെയാണ് ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം ഉണ്ടോ അവർക്കും പറയാനുള്ള ന്യായം ഈ ആളുകളോട്, അത് ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, പിന്നെ മറ്റുള്ള ഏതെങ്കിലും സൃഷ്ടികളാകട്ടെ, മലക്കുകളോ ജിന്നുകളോ ആരായിക്കൊള്ളട്ടെ, അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും, അവർ പെട്ടെന്ന് കാര്യം സാധിക്കും, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് ഈ ആളുകളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഖുർആൻ അതിന് എതിരാണ്. ഖുർആൻ അതിനെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞത് വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, അള്ളാഹു നബിയോട് പറയാണ് എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ, ഞാൻ ഉത്തരം കൊടുത്തോളാം, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുത്തോളാം എന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതിനേക്കാളും ഉത്തരം തരാൻ കെൽപ്പുള്ള ഒരാളും ഒരു കാലഘട്ടത്തിലും ഇല്ല. അത് വളരെ കൃത്യമായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവൻ അള്ളാഹുവിന് സമന്മാരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ദഖലന്ന, അവന് നരകത്തിലേക്കാണ് അവന്റെ പ്രവേശനം, അവന്റെ പ്രവർത്തനം നരകത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. അത് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള അപകടങ്ങൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പിന്നെ അതോടൊപ്പം തന്നെ അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ
കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഇതുവരെ ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഈ ജാറത്തിന്റെ അവിടെയൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പം ആൾക്കാർ എന്തോ അറിയില്ല, അവര് ബോധവാന്മാരായിട്ടില്ല ഇപ്പോഴും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ വലിയൊരു വിഷമം തോന്നാറുണ്ട് പലപ്പോഴും. അതെ ഈ അത് വളരെ ജാറത്തിന്റെ അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴേ അതെ അതെ തീർച്ചയായും അത് പിന്നെ സ്വാഭാവികമാണല്ലോ ഇത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് എത്രമാത്രം ഒരു പിന്നെ വേദന ഉണ്ടായിട്ടുണ്ടാവും, എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും. സ്വന്തം പിതാവ് അല്ലെ പിന്നെ ആ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ സ്നേഹനിധിയായ പിതാവേ, ലിമ തഅബുദു, താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്, മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കേൾക്കില്ല, കാണില്ല, ഒരു ഉപകാരവും ചെയ്യില്ല. അങ്ങനെയുള്ള ഈ ബിംബങ്ങളെ എന്തിനാണ് പൂജിക്കുന്നത്, എന്തിനാണ് ആരാധിക്കുന്നതെന്ന് അതിൽ കണ്ട് വല്ലാത്ത വിഷമം ഉണ്ടായി. പിതാവ് ആ തെറ്റ് ചെയ്യുന്നത് കണ്ട് അതിൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോദ്യം പിതാവിനോട് ചോദിക്കുന്നത്. പക്ഷെ അന്നും ഇന്നും ഇത് ചോദിക്കുന്ന ആളുകളെയോ പറയുന്ന ആളുകളെയോ പിന്നെ മുഖവിലക്കെടുക്കുന്ന ആളുകൾ കുറച്ചു മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അത് ചെയ്യുന്നവർ, അത് വിലക്കുന്ന ആളുകളെ, തൗഹീദ് പറയുമ്പോൾ ശിർക്കിന്റെ ആളുകൾ പ്രകോപിതരാവുകയും അത് സ്വീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നതാണ് കാലങ്ങളായി. അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ നൂഹ് നബിയുടെ ചരിത്രം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ടാണ് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വരുന്നത്. അപ്പൊ ഈ നൂഹ് നബി അദ്ദേഹത്തിന്റെ നാട്ടുകാരോട് എന്താ പറഞ്ഞ, അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഇതേപോലെ ബിംബങ്ങളെ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വത്ത്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നൊക്കെയുള്ള അവരുടെ മുൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ചില ആളുകളെ, അവരെയൊക്കെ പിന്നെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ വന്നു. അവസാനം അവരെ ഇങ്ങനെ പിന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിലാണ് അള്ളാഹു നൂഹ് നബിയെ പ്രവാചകനാക്കുന്നത്. അപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമോ അവരോട് ഇത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് നൂഹ് നബി പറഞ്ഞപ്പോഴും നൂഹ് നബിയെ അവർ പരിഹസിക്കുകയും നൂഹ് നബിയെ അവര് പിന്നെ ദ്രോഹിക്കുകയും അദ്ദേഹത്തെ കാണുമ്പോൾ ഓടിപ്പോവുക. ഖുറാൻ സൂറത്ത് നൂഹ് എന്ന അധ്യായം മുഴുവൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നൂഹ് നബിയുടെ കാലഘട്ടത്തിലും അത് അനുസരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ കുറച്ചാണ്. പിന്നീട് എത്രയോ നാളുകൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ബിംബാരാധനയും അതേപോലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ അത് പറയുമ്പോൾ അനുസരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ കുറവാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ കടന്നു വന്ന് ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഇത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ? മക്കയിൽ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? അത് അങ്ങനെയാണ്. അത് ചരിത്രം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മളത് പിന്നെ എത്ര വിഷമിച്ചാൽ നമുക്ക് സ്വാഭാവികമാണ്. ആ തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഏറ്റവും പക്ഷെ വലിയ ഉസ്താദെ അത് അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻക്ക് ഒരു പരിധി ഉണ്ട് അല്ലേ? ഇന്ന് അങ്ങനെയല്ല. ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു. നമുക്ക് പല രീതിയിലും ആൾക്കാരെ ബോധവാന്മാരാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലോ നൂഹ് നബിയുടെ കാലഘട്ടത്തിലോ അവരൊക്കെ സ്വന്തമായിട്ട് പോരാടുമായിരുന്നു. അതേപോലെ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. പിന്നെ ഒരു കാര്യം എന്ന് പറയണത്, ഇപ്പോന്ന് പറയണെങ്കിൽ ഈ ജാറത്തിന്റെ അടുക്ക് എത്ര അധികം വരുമാനം വരുന്നുണ്ട്. വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് അത് സർ. അതുകൊണ്ടാണ് ഉസ്താദ് അത് പിന്നെ മുന്നിട്ടിട്ട് ആരും ഇറങ്ങാത്ത എന്തോ അറിയില്ല. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഒരുപാട് പേര് വന്നിട്ട് ക്യാഷ് ഇടുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ അതിനെ ബാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പൊ ആ ഒരു ഇൻകം നിലച്ചു പോകുമോ എന്ന രീതിയിലായിരിക്കാം മറ്റൊരു ഭയക്കുന്നത്. പക്ഷെ അവരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു തുറന്ന ഒരു ഇത് വേണം എപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. കാരണം അവരെ നമ്മള് എന്താ പറയാ മറ്റു ഉസ്താദുമാരെ ഇത് ബന്ധപ്പെട്ട് അവരെയും ബോധവാന്മാരാക്കുക. അവരും തെറ്റ് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണത്. അതാണ് ഒരു കാര്യം.
അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോ കാലഘട്ടത്തിലും അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ് ഇപ്പൊ കിതാബ് തൗഹീദ് തന്നെ നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചത് തന്നെ നമ്മളിപ്പോ ഒരു പൊതുവേദിയിൽ പോയി ഇതിനെതിരെയൊക്കെ പ്രസംഗിക്കുകയും ദഅ്വാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇവിടത്തേക്ക് കേരളത്തിലേക്ക് ആരംഭ കാലഘട്ടമൊക്കെ നമുക്കറിയാലോ. ഇത് പറയാൻ വേണ്ടി രൂപം കൊണ്ട് ഇതിനു വേണ്ടി മാത്രം വേറൊരു വിഷയം പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തോട് പറയാനായിട്ട് ഇന്നും അവരെ അടിസ്ഥാന വിഷയം ഇത് തന്നെയാണ്. ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചാൽ ഒരു സമ്മേളനം തീരുമാനിച്ചാലൊക്കെ ഈ തൗഹീദും അതേപോലെ ഷിർക്കിന്റെ ഗൗരവവും ഖബറാരാധനയും ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പിന്നെ ജാറങ്ങളുടെ പേരിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ അധികരിച്ചു വരുന്നതിനെതിരെ ഇന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ്. ബാക്കി ആരും അതിനെ സപ്പോർട്ട് ചെയ്യാന്നതിലപ്പുറം പരിഹസിക്കുക, ഇവരിപ്പോഴും തൗഹീദ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവരിപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളാണ്. അപ്പം അത് സ്വാഭാവികമാണ്. പ്രവാചകന്മാരുടെ ആ ഒരു പാരമ്പര്യം, ആ പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് നമുക്ക് ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവിധ ഇതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മീഡിയ ആകട്ടെ മറ്റുള്ള കാര്യങ്ങളാകട്ടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. അപ്പം നമുക്ക് എന്താണോ സാധിക്കുന്നത് ഇത് നിർവഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹജ്ജത്തുൽ വദാഇലും നമ്മളോട് പറഞ്ഞത് നിങ്ങളിലേക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടയച്ചു പോന്നു, ഖുർആനും എന്റെ ശരീരമാണത്. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനനുസരിച്ചാണ് സ്വഹാബത്ത് ആ ദീൻ എത്തിച്ചു കൊടുക്കാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോയത്. അപ്പൊ നമുക്ക് നമ്മുടെ മേൽ ബാധ്യത അനുസ്കരിക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക എന്നതോടൊപ്പം ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സൂറത്തുൽ ഹശ്ർ ചെറിയ അധ്യായത്തിൽ പോലും അത് നമ്മളോട് പറയുന്നുണ്ട്. ഇത് നിർവഹിച്ചില്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ലോകത്ത് മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അത് നമ്മുടെ ഇവിടെ നടക്കുന്ന ശിർക്ക് പരമായ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞ നിർഭയത്വം വേണമെങ്കിൽ, അള്ളാഹുവിന്റെ സംരക്ഷണം വേണമെങ്കിൽ, അള്ളാഹു നമ്മളോട് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ സംഗതി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഈ തൗഹീദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാലാണ് അള്ളാഹു സമാധാനവും ശാന്തിയും നിർഭയത്വവും നൽകുന്നത് എന്ന. അപ്പൊ അത് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ എല്ലാവരും നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളും മേഖലകളൊക്കെ ഉണ്ടാകും. ആ മേഖലകൾ അതിനാണ് നമ്മൾ അറിവ് നേടണം. ഓരോരുത്തരും ഫാലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓരോരുത്തരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, പഠിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ദഅവത്ത്, നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ഈ പറഞ്ഞ അവസ്ഥകളിലേക്ക്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ ഈ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ ജാറങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന ആ ഒരു കുടുംബത്തിലാണ് ഞാനും വളർന്നു വന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ വളർന്ന ഒരു കുടുംബമാണ്. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇത് ഖുർആൻ പഠിക്കാനും ഈ ഹദീസുകൾ പഠിക്കാനും പ്രവാചകന്മാരുടെ മാതൃകകൾ പഠിക്കാനും ഒക്കെ അവസരം കിട്ടിയപ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത്. അപ്പൊ ഖുർആൻ പഠിക്കുക, നബിചര്യകൾ പഠിപ്പിക്കുക, യഥാർത്ഥ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. പിന്നെ ഇത് അറിഞ്ഞിട്ടും അതിൽ നിന്ന് വരാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം മനഃപൂർവ്വം തന്നെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവർക്ക് ദുനിയാവാണ് പ്രധാനം. ദുനിയാവിന്റെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരലോകത്തെ വെക്കുന്ന ആളുകൾ മനുഷ്യരിൽ ഉണ്ടെന്ന് ഖുർആനാണല്ലോ പറഞ്ഞത്. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം നമുക്കൊരു ഭയം ഉണ്ടാവുക, ഈ ഒരു അസ്വസ്ഥത ഉണ്ടാവുക എന്നത് തന്നെ ഒരു ഈമാനിന്റെ ലക്ഷണമാണ്.
ഈ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സ്വന്തം കുടുംബങ്ങളിൽ പോലും ഇത്തരം ശിർക്കുപരമായ ബിദ്അത്തുപരമായ അനാചാരങ്ങളൊക്കെ കണ്ടിട്ടും ശബ്ദിക്കാത്ത ആളുകൾ, പ്രതികരിക്കാത്ത ആളുകൾ, മൗനമായിരിക്കുന്ന ആളുകൾ, മനസ്സുകൊണ്ട് പോലും അല്ലെ, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളൊരു തെറ്റ് കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് കഴിയുമെങ്കിൽ അതിനെ തടുക്കണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട്. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനോട് ഒരു നീരസം, ഒരു വെറുപ്പ് ഉണ്ടായിരിക്കണം. ഫദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ഘട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഈമാൻ നമുക്കും ഉണ്ടായിരിക്കണം. നമ്മളെ ആ ഒരു കഴിയുന്ന രൂപത്തിൽ ഈ ഒരു കൃത്യമായി പഠിക്കുക എന്നതാണല്ലേ, നമുക്ക് ഏതൊരു കാര്യത്തിലും അറിവ് ഉണ്ടാവുകയും ആ അറിവ് നേടിയത് മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ കൂടി അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ഏകദേശമായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ പാഠങ്ങൾ വളരെ കുറഞ്ഞ 2 ആയത്തുകളും 2-3 ഹദീസുകളും മാത്രമാണ് ഈ ഒരു അധ്യായത്തിൽ ഉള്ളത്. അവസാനം പറഞ്ഞ ആ ഒരു ഹദീസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട അവസാനം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഹദീസ്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണത്. മൻ ലഖിയല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ലാ യുശ്രിക് ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായ നിലയിലാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു തുടർച്ച തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞു, നരകത്തെക്കുറിച്ചും പറഞ്ഞു. അള്ളാഹുവിൽ ഒരല്പം പോലും പങ്കു ചേർക്കാത്ത നിലയിലാണ് ഇവിടെ നിന്ന് നമ്മൾ മരണപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിനത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത നിലയിലാണെങ്കിൽ നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കാമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ ഇവിടെ നിന്ന് മരണപ്പെട്ട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണെങ്കിൽ അവൻ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ഗുണപാഠങ്ങൾ ഉള്ള ഹദീസുകളാണ്. ശിർക്കിന്റെ ഭയം നമ്മളിൽ ഉണ്ടാകണം. ലോകമാന്യത നമ്മൾ ഭയപ്പെടണം. ആളുകൾ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി നന്മകൾ ചെയ്ത് ആ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. അതേപോലെ തന്നെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഈ ചെറിയ ശിർക്കിനെയാണ് എന്നുള്ള പാഠം ഇതിലുണ്ട്. അതേപോലെ സ്വർഗം ലഭിക്കുന്നതും നരകം ലഭിക്കുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തൗഹീദും ഷിർക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവരിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കും, നരക മോചനം ലഭിക്കും എന്നുള്ള പാഠം ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നന്നായി പഠിക്കുക, വായിച്ച് അതിന്റെ പാഠങ്ങൾ കൂടി നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.